ഹായ് ഓൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പോലെ ഒരു ബീച്ചാണ്. ആൻഡ് ദിസ് പർട്ടിക്കുലർ ബീച്ച് ഈസ് വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇത് ഏതായിരിക്കാം ബീച്ച്? യെസ്, ഒരു ഡൗട്ടും വേണ്ട, ഇറ്റ്സ് നോവെയർ ബട്ട് പട്ടായ ബീച്ച്. ഇന്നത്തെ കാഴ്ചകൾ ആരംഭിക്കുന്നത് പട്ടായയിലുള്ള ഡിസ്കവറി ബീച്ച് ഹോട്ടലിൽ നിന്നാണ്. കാരണം ഞങ്ങൾ പട്ടായയിലായിരുന്നപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. നല്ല മനോഹരമായ ഹോട്ടലാണ്, നല്ല സൗകര്യങ്ങളുമുണ്ട്. അവിടെ എനിക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് അവിടുത്തെ ലൊക്കേഷനാണ്. ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ബീച്ചിനോട് വളരെ സാമീപ്യത്തിലാണ് ഈ ഡിസ്കവറി ബീച്ച് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഞങ്ങൾ സ്റ്റേ ചെയ്ത മുറിയിലേക്ക് വന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായി തോന്നിയത് അവിടുത്തെ ഒരു മിനി ബാൽക്കണിയാണ്. കാരണം ആ ബാൽക്കണിയിൽ നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുക പട്ടായയുടെ ബീച്ചാണ്. അത് വളരെ മനോഹരമാണ്. രാത്രിയിലും മനോഹരമാണ്, പകലും മനോഹരമാണ്. അടിപൊളി സൂപ്പർ വ്യൂസ് ആണ് അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ശരി, നമുക്കിനി ഒട്ടും വൈകണ്ട, വേഗം തന്നെ പട്ടായയുടെ സ്വന്തം ബീച്ചിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ആക്ച്വലി ബീച്ച് എന്ന് പറയുന്ന കുറേ ഭാഗമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് പട്ടായ ബീച്ചിൻ്റെ ബോട്ട് ജെട്ടിയാണ്. ഇവിടുന്ന് നമ്മളൊരു ബോട്ട് ഹയർ ചെയ്തിട്ട് വേണം നമുക്ക് കോറൽ ഐലൻഡിലേക്ക് പോകാനായിട്ട്. ആക്ച്വലി നമ്മൾ ബീച്ച് എന്ന് പറയുമ്പോൾ ഇതിലേ നടക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ ആക്ടിവിറ്റീസും ഒരു എൻ്റർടൈൻമെൻറ്റും അങ്ങനെയെല്ലാം, പിന്നെ നല്ല മനോഹരമായ വ്യൂസും ഒക്കെയുള്ള ബീച്ച് എന്ന് പറയുന്നത് കോറൽ ഐലൻഡിൻ്റെ ബീച്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ ഒരു ബോട്ട് ആവശ്യമാണ്. നമ്മൾ ആ ബോട്ടിൽ കയറാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് നമ്മൾ ഈ ജെട്ടിയിൽ. സോ ലെറ്റ്സ് സീ. ഇവിടെ നമുക്ക് ഒരുപാട് ബോട്ടുകൾ കാണാം. അതിലൊരെണ്ണം നമ്മളെയും കൊണ്ടുപോകാനായി റെഡിയായിട്ടുണ്ട്. സോ നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇനി നമ്മുടെ വീഡിയോയുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മൾ പട്ടായ ബീച്ചിൽ ചെയ്തിരിക്കേണ്ട 5 ഇമ്പോർട്ടന്റ് തിങ്സ് ആണ്, ഓർ ഡൂസ് ആണ്. 5 മസ്റ്റ് ഡൂസ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് പാരാസെയിലിംഗ്. പാരാസെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പാരഷൂട്ട്, ഒരു ഓപ്പൺ പാരഷൂട്ടാണ്. ആ പാരഷൂട്ടിനെ ഒരു മോട്ടോർ ബോട്ടിൽ കെട്ടിയിരിക്കുകയാണ്. ഒരു റിയന്റ് അതിന്റെ ഇങ്ങനെ വള്ളി വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അത് ഈ മോട്ടോർ ബോട്ട് നല്ല സ്പീഡിലാണ് കടലിൽ ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മുടെ ഓപ്പൺ പാരഷൂട്ടിൽ നമ്മൾ ആരാണോ അത് ഉപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ ഷോൾഡറിലേക്ക് ടൈറ്റ് ആയിട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അവരെ ഇങ്ങനെ ആകാശത്തുകൂടെ പറത്തിക്കൊണ്ട് ഇത് സ്പീഡിൽ ഓടിക്കുന്നതിനെയാണ്. അത് ആകാശത്തോടെ പറത്തുക മാത്രമല്ല, ഇടയ്ക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ആവശ്യപ്പെട്ടാൽ നമ്മുടെ കടലിൽ നമ്മൾ ജസ്റ്റ് ആയിട്ട് മുക്കുകയും ചെയ്യും. അത് മുക്കുന്നതിന്റെ ഫോഴ്സ് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ നമ്മുടെ വേസ്റ്റിനൊപ്പോ അല്ലെങ്കിൽ ചെസ്റ്റിനൊപ്പോ വേണ്ട, ചിലപ്പം കാലിന്റെ അറ്റമായിരിക്കും. അങ്ങനെ ഏത് ഭാഗമാണ് അത് ഫോഴ്സിനനുസരിച്ച് നമ്മളെ മുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇനി മുക്കണ്ട, പേടിയാണെന്നുണ്ടെങ്കിൽ നോ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ പാർട്ട് ഒഴിവാക്കാവുന്നതാണ്. അപ്പൊ അതാണ് പാരാസെയിലിംഗ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ ആക്ടിവിറ്റി, എ മസ്റ്റ് ഡു. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് 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 എക്സ്പീരിയൻസ് ആഫ്റ്റർ ഓൾ. സോ ഇത് എല്ലാവരും ചെയ്ത് നോക്കണം. അത് മാത്രമല്ല, നമ്മൾ ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പല ആക്ടിവിറ്റീസിലും വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യണം. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുക എന്ന് പറയുന്നത്
ആ ഒരു വിൻഡ് ശക്തമായിട്ട് ഇങ്ങനെ നമ്മൾ കാറ്റിങ്ങനെ അതിന്റെ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾക്കാണെങ്കിൽ വലിച്ചോണ്ട് പോകുന്നുണ്ട്, ഏറിക്കൂടെ ഇങ്ങനെ പോകുന്നതിന്റെ ആ ഒരു പ്രഷർ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും. നമ്മുടെ ചെസ്റ്റിൽ, നമ്മുടെ ബോഡി, എൻറ്റയർ ബോഡി നമുക്ക് ഫീൽ ചെയ്യും. ആൻഡ് അതൊരു സ്ലൈറ്റ് ആയിട്ടൊരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഒന്നും പേടിക്കാനില്ല. ഡെഫിനറ്റ്ലി നമ്മൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സോ അതാണ് ആദ്യത്തെ മസ്റ്റ് ഡു എന്ന് പറയുന്നത്. പാരഷൂട്ട് ജേർണി എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ വരിവരിയായി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഓരോരുത്തർ കയറി പോകുന്നതും ഇറങ്ങുന്നതും ഒക്കെ കാണാവുന്നതാണ്. ഈ ഫോട്ടോ എൻ്റെ പാരഷൂട്ട് ജേർണിക്ക് തൊട്ട് മുമ്പുള്ളതാണേ. അതിനുവേണ്ടി ഞാൻ റെഡിയായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ പാരഷൂട്ട് ജേർണി ആരംഭിക്കുകയാണ്. ഇത് നമ്മൾ ആകാശത്തോടെ പറക്കുന്നതിൻ്റെ പടമാണ് കേട്ടോ. ദേ ഞാൻ എനിക്ക് വയ്യ. ഈ കാണുന്നതാണ് ഈ പാരാസെയിലിങ്ങിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. നമ്മൾ പാരഷൂട്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവർ നമ്മുടെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലായിരുന്നു, ആ രംഗമാണ് ഈ കാണുന്നത്. ഇത് ഏതോ ചേട്ടനാണ് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിഷ്വൽ കിട്ടിയപ്പോൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മുങ്ങുന്നതിൻ്റെ വിഷ്വൽ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ജേർണിക്ക് ശേഷം നമ്മൾ ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് പാരഷൂട്ട് ജേർണി. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി ആയ പാരാസെയിലിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ മസ്റ്റ് ഡുവിലേക്ക് പോവാണ്. അതേതാണ്? അണ്ടർ സീ വോക്കാണ്. അത് ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അത്ര നല്ല ഒരു എന്താ പറയുക, ഒരു ഫിസിക്കലി നമുക്ക് നമ്മുടെ ബോഡിക്ക് അത്ര നന്നായിട്ടൊരു താങ്ങാൻ പറ്റുന്ന ആയിരിക്കണം എന്ന് ഇല്ല. കാരണം കുറച്ച് പേർക്കെങ്കിലും അതൊരു വിയേർഡ് ആയിട്ട് ഫീൽ ചെയ്യാം. വിയേർഡ് ഇൻ ദ സെൻസ് എന്താ പറയാ, ഒരു നിമിഷമെങ്കിലും നമ്മുടെ സോള്, ആത്മാവ് തന്നെ നമ്മളിന്ന് പറന്നു പോകുന്ന പോലെയൊക്കെ ചിലപ്പോ ഫീൽ ചെയ്യാം. അത് നമുക്ക് എത്രത്തോളം നമ്മൾ ഇതുവരെ ഒരിക്കലും കടലിന്റെ അടിയിലേക്കോ ഒരു ഡൈവിംഗ് ഒന്നും ചെയ്യാത്ത വ്യക്തികൾക്കായിരിക്കും ഒരു പക്ഷെ അങ്ങനെ ഫീൽ ചെയ്യാം കേട്ടോ. ഒരിക്കലും നമ്മൾ വെള്ളത്തിലടി പോവുകയോ സ്വിമ്മ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി പരിചയമില്ലാത്ത വ്യക്തികൾക്ക് കൂടുതലായിട്ട് അത് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആദ്യമായിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയൊക്കെ അടയും. നമുക്ക് ഒരു നിമിഷം നമ്മൾ സ്റ്റില്ലായി പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാകും. പക്ഷേ ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ആദ്യമായി നമ്മളെ ഇടുക, നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇത് ഡൈവിംഗ് പോലെ ഒന്നും അല്ല കേട്ടോ. ഈ നമ്മുടെ തലയിലേക്ക് ഒരു മുട്ടൻ ഹെൽമെറ്റ്, നമ്മൾ സാധാ നമ്മുടെ ടൂ വീലറിന് ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് അല്ല, ഒരുപാട് വലിപ്പമുള്ള ഒരു ഹെൽമെറ്റ് ആണ് അത് നമുക്ക് തരുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ആ ഹെൽമെറ്റിലേക്ക് ഓക്സിജന്റെ ട്യൂബ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഷോൾഡർ ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ എങ്ങനെ ശ്വാസം എടുക്കും അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ നോർമലായിട്ട് ശ്വസിക്കുക. പക്ഷെ ഇത് ആ ഒരു വെള്ളത്തിലേക്ക് ആദ്യമായി ഇറങ്ങുന്നതിന്റെ ആ ഒരു ഫീല് ചിലപ്പോൾ നമുക്ക് കിട്ടും. എന്നാൽ നമുക്ക് പെട്ടെന്ന് സ്റ്റില്ലായിപ്പോയി, ഞാൻ ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു ഡെഡ് ആയ ഫീലിംഗ് ഒക്കെ ഇനേർട്ട് ആയപ്പോൾ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം, ചിലപ്പോൾ നോർമൽ ആയിരിക്കും. അത് കുഴപ്പമില്ല. എത്രയാണെങ്കിലും ആ ഒരു 5 to 10 seconds മാത്രം, ആദ്യത്തെ ഒരു 5 to 10 seconds ആണ് നമുക്കൊരു ഹൊറിബിൾ ആയിട്ട് ഫീൽ ചെയ്യുക. ആ ഒരു നിമിഷം നമ്മൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ you gonna experience one of the world's most incredible thing. This is an adventurous activity. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, തുടക്കത്തിലേ പറഞ്ഞിരുന്നു. കാരണം എല്ലാവരുടെയും ഒരു ഫിസിക്കലി ഫിറ്റ് ആണോ എന്നനുസരിച്ചാണ് കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. ഞാൻ വളരെ ലീനായ ഒരു കുഞ്ഞു വ്യക്തിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പൊ എനിക്കിത് സാധിക്കുമെങ്കിൽ why not you guys? You should definitely experience this thing. This is gonna really change your life. ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും. യങ്സ്റ്റേഴ്സ്, you should do that. And I won't recommend to the adults. Fine. So, ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാണ്. നമ്മൾ ഇത് എന്തിന് വെറുതെ കടലിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നമുക്ക് തലയ്ക്ക്? നോ, വി ആർ നോട്ട് ലുനാറ്റിക്, റൈറ്റ്?
സോ ഇത് എന്തിനാണ് ഇങ്ങനെ മെയിൻ ആയിട്ട് അവിടുത്തെ ടൂറിസം ബോർഡ് ചെയ്യണമെന്ന് വെച്ചാലും അവിടെ ഉള്ളത് എന്താണ്, നമ്മളിപ്പോ എങ്ങോട്ടാ പോയിരിക്കുന്നത്, കോറൽ ഐലൻഡിലേക്കാണ്. അപ്പൊ അവിടെ എന്തായിരിക്കും ഉള്ളത്, കോറൽ റീഫ് ഉണ്ട്. കോറൽ റീഫ് കാണാനായിട്ടാണ് നമുക്ക് ലൈവായിട്ട് കോറൽ റീഫ് പടത്തിലല്ലേ കണ്ടിട്ടുള്ളൂ, വീഡിയോയിലല്ലേ കണ്ടിട്ടുള്ളൂ, അത് ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിലേക്ക് പോവുക. അവിടെ ചെന്ന് നമ്മുടെ അടുത്തോടെ മീനൊക്കെ ഇങ്ങനെ മീനൊക്കെ ഇഴഞ്ഞു പോകുന്നത്, മീൻ നീന്തി പോകുന്നത് കാണാം നമ്മുടെ അടുത്തുകൂടി. അതോടൊപ്പം നമ്മുടെ ഈ കോറൽ റീഫ് ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പൊ അത് നമ്മള് ടച്ച് ചെയ്യാനൊന്നും പാടില്ല കേട്ടോ. കാരണം കണ്ടു കഴിയുമ്പോൾ അതിങ്ങനെ ഏതോ മരത്തിന്റെ കുറ്റിയൊക്കെ അതിൽ ഇങ്ങനെ നമ്മുടെ എന്താ പറയുന്ന ചെറിയ പൂപ്പല് പോലെയോ പാഴിയൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നിയാലും, നല്ല പല പല കളറിലൊക്കെ ഉണ്ട്, തോന്നിയാലും അത് ടച്ച് ചെയ്യരുത്. കാരണം ഇത് വളരെ ഡെലിക്കേറ്റ് ആയ ഒരു വസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്താൽ എന്ത് സംഭവിക്കും, അത് പറഞ്ഞു പോകും. സോ അതൊരിക്കലും ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ കോറൽ റീഫൊക്കെ കണ്ട് സാവധാനം അതിലെ പിടിച്ച് നമുക്കൊരു റോപ്പ് കൊണ്ട് കേട്ടോ, നമ്മൾ റോപ്പ് എന്ന് പറഞ്ഞാൽ ചെറുതൊന്നും അല്ല, നല്ല വടം പോലത്തെ നല്ല കട്ടിയുള്ള ഒരു സാധനം നമുക്ക് പിടിച്ച് നടക്കാൻ വേണ്ടി കിട്ടും. കാരണം എല്ലാവർക്കും ബാലൻസ് ശരിയായെന്ന് വരില്ല. അത് മാത്രമല്ല ചില സമയത്ത് നമ്മുടെ കടലിലെ ആ ഒരു ഓളം ഭയങ്കര കൂടുതലായിരിക്കും. ഞാൻ ഇറങ്ങിയ ദിവസം ഭയങ്കര ഓളമായിരുന്നു. അത് മാത്രമല്ല വെള്ളം ഭയങ്കര കലങ്ങി കിടക്കുമായിരുന്നു. ഒരു ഗ്രീനിഷ് ആയിരുന്നു മൊത്തത്തിലുള്ള ആ ഒരു സീ വാട്ടർ എന്ന് പറയുന്നത്, അണ്ടർ വാട്ടർ ഭയങ്കര കളറ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കരമായിട്ട് കലക്ക സമയമായിരുന്നത്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ റീഫ് കണ്ട ശേഷം, കോറൽ റീഫ് കണ്ടിട്ട് നമ്മൾ സാവധാനം നമുക്ക് മുകളിലേക്ക് എത്താം. അപ്പം ആ സമയത്തും നമ്മൾ ആ താഴേന്ന് മുകളിലേക്ക് എത്തണ ആ ഒരു മൊമെന്റിലും അവിടെ ഒരു 5 to 10 seconds നമുക്കൊരു എന്താ പറയുക, ചിലപ്പോ ഒരു ഫീലിംഗ് അഗൈൻ ആ ഒരു പ്രഷറിന്റെ ഒക്കെ മാറ്റമായിരിക്കാം ഒരു പക്ഷേ. എന്തായാലും അതും കുറച്ചു പേർക്ക് ചിലരൊക്കെ അങ്ങ് എക്സാഗ്രേറ്റ് ചെയ്ത് അയ്യോ എനിക്ക് ചെസ്റ്റ് പെയിൻ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത്രത്തോളൊന്നും ഇല്ല കേട്ടോ, എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു എന്താ പറയുന്നത്, ചെവി അടയുന്ന പോലെ ശ്വാസം അടയുന്ന പോലെ ഞാൻ തന്നെ അങ്ങേന്റെ അകത്തേക്ക് പോണ പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ കയറി വന്നപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും അതൊരു വേറിട്ട എക്സ്പീരിയൻസ് ആണ്. ഇറങ്ങുന്നതും കയറുന്നതും അവിടെ താഴെ ആയിരിക്കുമ്പോൾ ഒന്നും തന്നെ തോന്നാൻ സാധ്യതയില്ല. ആൻഡ് വി വിൽ ബി ഡെഫിനറ്റ്ലി 100% സേഫ്. ആർക്കും ഒന്നും സംഭവിക്കാനും പോകുന്നത്, നമുക്ക് ആ തോന്നലുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു കാര്യമാണ്. മിസ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഡെഫിനറ്റ്ലി യു ഷുഡ് ട്രൈ. അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ അവസ്ഥ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭയങ്കര കലക്കവെള്ളമായിരുന്നു, അതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. മൊത്തത്തിലൊരു പച്ച നിറമാണ്. പിന്നെ ഈ കാണുന്നതാണ് പവിഴപ്പുറ്റ്. കുറച്ചൊക്കെ കാണാൻ സാധിച്ചുള്ളൂ, ഇത്രയേ ഉള്ളെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിലേറ്റവും അവസാനമാണ് എൻ്റെ വിഷ്വൽ. ഹലോ, ഹായ്. സോ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ജെറ്റ് സ്കി ആണ്. എന്താണ് ജെറ്റ് സ്കി എന്ന് പറയുന്നത്? അത് ബേസിക്കലി നമ്മുടെ കടലിലൂടെ, വെള്ളത്തിന് മുകളിലൂടെ പോകുന്ന ഒരു സൂപ്പർ ബൈക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ ലോക്കലായിട്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു സാധനമാണ് ജെറ്റ് സ്കി. അതിന്റെ ഒരു ലുക്ക് കണ്ടാൽ ബൈക്ക് പോലെയോ ഒരു സ്കൂട്ടി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പേഴ്സണലി ഒറ്റയ്ക്കായിട്ട് ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ നമുക്കത് റൈഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇനിയിപ്പോൾ അത് അറിയില്ലാത്ത, അത് ഇതുവരെ ഉപയോഗിക്കാത്ത വ്യക്തിയാണെങ്കിൽ ഒരു വേറൊരു ആളുടെ, അവിടെ ട്രെയിനേഴ്സ് ഉണ്ട്, അവിടെ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട്, അവരുടെ സഹായത്തോടെ നമ്മളെ ഇരുത്തി അവരും കൂടെ നിന്നുകൊണ്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതും ഒരു മസ്റ്റ് ഡു ആണ്. അതൊരു വേറിട്ട എക്സ്പീരിയൻസ് ആണ്. വളരെ സ്പീഡിൽ പവർഫുൾ ആയിട്ടാണ് അതിന്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അതൊരു മസ്റ്റ് ഡു വോയേജ് എന്നല്ലാതെ എന്ത് പറയാനാണ്. അതും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതൊരു എത്ര സെക്കൻഡ് ഉണ്ടെന്ന് വെച്ചാൽ, അല്ല സെക്കൻഡ് അല്ല, ഒരു 3-4 മിനിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോയി കറക്കിക്കൊണ്ട് അത് തിരിച്ചു കൊണ്ട് വിടും നമ്മുടെ തീരത്ത്, അത്രേ ഉള്ളൂ. പക്ഷെ അതും ഒരു നല്ല രസമാണ്. പോകുന്ന ആ ഒരു സ്പീഡും നമ്മളിങ്ങനെ, അതൊരു നല്ല രസമാണ്. ഓക്കെ,
എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വിഷ്വൽസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അത്രേ ഉള്ളൂ. ജെറ്റ് സ്കീ എന്ന് പറയുന്നത് അതും ഒരു സൂപ്പർ ആക്ടിവിറ്റിയാണ്. ഈ കാണുന്നതാണ് ജെറ്റ് സ്കീ. ഈ ജെറ്റ് സ്കീയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പട്ടായ ബീച്ച് ഒന്ന് ഓടിച്ച് കാണാം. ഇത് ഞാൻ ജെറ്റ് സ്കീയിൽ കയറുന്നതിന് മുമ്പ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ജെറ്റ് സ്കീകൾ കാണാം. ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ കാണാവുന്നതാണ് ഇവിടെ. ഇതുപോലെ ഒരെണ്ണത്തിൽ വേണം നമുക്കും കയറാനായിട്ട്. ഇതാ എൻ്റെ ഊഴം വന്നു. അപ്പം നമ്മുടെ ജെറ്റ് സ്കീ റൈഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ദേ പോകുന്നു. അങ്ങനെ ജെറ്റ് സ്കീ റൈഡിന് ശേഷം അതിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഈ ദൃശ്യം. സോ അത് നല്ല ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും അടിപൊളി. എന്ത് പറ്റി, ക്യാമറമാന് കാലുകളിലേക്കാണ് ഒരു നോട്ടമെന്ന് തോന്നുന്നു. അങ്ങനെ ഈ റൈഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത ശേഷം ഞാൻ വിജയ ശ്രീലാളിതയായി വരുന്നതാണ് കാണുന്നത്. സോ അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ആക്ടിവിറ്റിയും കഴിഞ്ഞ് 4ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് വരികയാണ്. ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ബനാന ബോട്ട്. ബനാന ബോട്ട് എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുന്ന പോലെ തന്നെ ബനാനയുടെ ഷേപ്പിലിരിക്കും. അത് നമ്മുടെ ഈ എന്താ പറയാ, ഈ സ്റ്റെബിലിറ്റി ബോളൊക്കെ ഇല്ലേ, ജിമ്മിലുള്ള സ്റ്റെബിലിറ്റി ബോൾ അല്ലെങ്കിൽ ഈ എക്സസൈസ് ബോളൊക്കെ, അതുപോലത്തെ ഒരു റബ്ബറോ പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തൊക്കെയോ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബലൂൺ കൈൻഡ് ഓഫ് തിങ്. ഓക്കെ, എന്ത് എയറാണ്. അപ്പൊ അതുപോലത്തെ ഒരു സാധനമാണ്, നീണ്ടു കിടക്കുന്ന ഒരു ബനാനയുടെ ഷേപ്പിലുള്ളതാണ്. അതിലൊരു 3 to 4 പീപ്പിളിന് അറ്റ് എ ടൈമിൽ കയറി ഇരുന്നിട്ട് നമുക്ക് പോകാവുന്നതാണ്. അത് സ്വയം പോകില്ല. അതിന്റെ അറ്റത്ത് നിന്ന് ഒരു റോപ്പ് ഇങ്ങനെ ഇതേപോലെ ഒരു ജെറ്റ് സ്കീ പോലെ ഒരു മോട്ടോർ കൈൻഡ് ഓഫ് തിങ്, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, അതിലിങ്ങനെ ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അവരാണത് കൊണ്ടുപോകുന്നത്, നമ്മളെ പുറകിലൂടെ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്ന രീതിയിലാണ്. പക്ഷെ നല്ല സ്പീഡിലാണ് പോകുന്നത്. അത് ത്രില്ലിംഗ് ആണ്. അത് മാത്രമല്ല, ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ജെറ്റ് സ്കീ പോലെയല്ല, ഇതിന്റെ ലാസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു മിഡിൽ ആയിട്ടുള്ള ഹൈലൈറ്റ്, മിഡിൽ അല്ല ലാസ്റ്റ് ആണ് ഇത് തീരുന്നത്. ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയ ശേഷം ഇങ്ങനെ കറക്കി തിരിച്ച് വെള്ളമൊക്കെ തെറിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് മൊമെന്റിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവർ കൊണ്ടുപോകുന്ന ആ ഒരു സാധനമുണ്ട്, അവർ വണ്ടിയുണ്ട്, അത് നിർത്തിയ ശേഷം നിർത്തുന്ന ഒരു സ്പീഡുണ്ട്. ആ സ്പീഡിൽ നിർത്താൻ വേണ്ടി വരുമ്പോഴേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ ബനാന ബോട്ട്, നമ്മൾ കയറിയിരിക്കുന്ന ബനാന ബോട്ടിന് അവരിങ്ങനെ മലക്കം മറിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ പൂഴ്ന്നു പോകും, എന്നിട്ട് പൊങ്ങി വരും. പക്ഷെ അത് നല്ല രസമുണ്ട്. നമ്മൾ മൊത്തത്തില് തല തൊട്ടിങ്ങനെ കാല് വരെ എവിടെയെങ്കിലും നനയാൻ ബാക്കി ഉണ്ടാവില്ല. കാരണം നമ്മൾ അതിനു മുമ്പ് അണ്ടർ സീ വോക്കൊക്കെ നടത്തിയതാണല്ലേ, അപ്പൊ മൊത്തം നനഞ്ഞിരിക്കുകയായിരിക്കും. പക്ഷെ എവിടെയെങ്കിലും ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി നനയാൻ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. അതും ഒരു മസ്റ്റ് ഡു ആണ്. ഒരിക്കലും നമ്മൾ വിട്ടുകളയും. കാരണം ആ ഒരു ഫോഴ്സിലാണ് മറിയുന്നത്. രസമുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഓടി ഒന്നിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആഴ്ന്നു വീഴുന്ന ഒരു ഫീൽ കിട്ടും. അതും എല്ലാവരും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യണം. ഈ കാണുന്നതാണ് ബനാന ബോട്ട്.
ഇത് ഞങ്ങൾ ബനാന ബോട്ടിൽ കയറാൻ തുടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണേ. സോ ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ 5ാമത്തെ മസ്റ്റ് ഡൂയിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ആക്ടിവിറ്റി ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഓർക്കുമ്പോ തന്നെ നാക്കിലൂടെ വെള്ളം വരുന്നു. നാക്കിലൂടെ വെള്ളം വരുന്നത് എന്ത് ആക്ടിവിറ്റിയാ? വെള്ളത്തിൽ ഇറങ്ങുന്നതാണോ? അല്ല, ഫുഡ്. നമ്മള് ബീച്ചിൽ എത്തിക്കഴിയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ സീ ഫുഡ് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ഫിഷ്, അടിപൊളി പ്രോൺസ്, അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതിന്റെയൊക്കെ ഡിഷസ് അവിടെ ഉണ്ടാകും. അത് ഡെഫിനറ്റ്ലി നമ്മൾ ടേസ്റ്റ് ചെയ്യണം. അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതിന്റെ രുചി ഇപ്പോഴും എന്റെ നാക്കിലുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് വിവിധമായ കറികളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഉറപ്പായിട്ടും അവിടുന്ന് ഫുഡ് കഴിക്കണം. അതൊരു നല്ല രസമാണ്. നമ്മൾ ഇത്രയും നേരം കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത ശേഷമാണ് കഴിക്കുന്നതെങ്കിൽ അടിപൊളി. നമുക്ക് സ്വയം ഒന്ന് റിഫ്രഷ് ആവാനുള്ള ഒരു അവസരമാണ്. അപ്പൊ അത് ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. അതാണ് 5ാമത്തെ ആക്ടിവിറ്റി. 4 ചെയ്ത് ക്ഷീണിച്ച് കഴിയുമ്പോൾ പുട്ടടിക്കുക എന്ന് പറയില്ലേ, അതുപോലെ വയറ് നിറച്ച് ഫുഡ് കഴിക്കുക, എനർജൈസ് ചെയ്യുക. അതാണ് 5ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നല്ല വിശപ്പ് കാരണം എനിക്ക് തുടക്കത്തിലെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കുറച്ച് വിശപ്പ് അടങ്ങിയ ശേഷം അവസാനം ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം 5 കാര്യങ്ങളാണ്, 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, മസ്റ്റ് ഡൂസ് എന്ന് പറഞ്ഞത്. ആദ്യമേ പാരാസെയിലിംഗ്, 2ാമത് അണ്ടർ സീ വോക്ക്, 3ാമത് ജെറ്റ് സ്കി, 4 ബനാന ബോട്ട്, ആൻഡ് ഫൈനലി ഫുഡ്, സീ ഫുഡ് ട്രൈ ചെയ്യുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ നിന്നും തിരിച്ചു പോരുകയാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ രേഖപ്പെടുത്തണം കേട്ടോ. എന്നാൽ മാത്രമേ എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇതെല്ലാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തികളാണോ, അതെയോ ഇത് കൂടുതൽ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ ബീച്ചിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. അങ്ങനെ എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങളാണെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി അതും എനിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇനി വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. And it's time to say goodbye. Take care. Bye-bye.